നായർ ഐക്യവേദിയുടെ ചെയർമാൻ. ഇത് ശ്രീ ടി ഡി വിജയൻ നായർ, നായർ ഐക്യവേദിയുടെ വൈസ് ചെയർമാൻ. ഇത് ശ്രീ ബി ജി ഉണ്ണിത്താൻ, നായർ ഐക്യവേദിയുടെ പബ്ലിസിറ്റി കൺവീനറാണ്. ബി ബി മുൻ മാതൃഭൂമി റിപ്പോർട്ടറൊക്കെ ആയിരുന്നു. ബി ബി. ഇത് ശ്രീ ശിവൻ കൊടകര, നായർ ഐക്യവേദിയുടെ ജില്ലാ അധ്യക്ഷനാണ് തൃശ്ശൂർ. ഇത് ശ്രീ ഗോപകുമാർ വൈക്കർ, കോട്ടയം ജില്ലയുടെ ഞങ്ങളുടെ അധ്യക്ഷൻ. ഞങ്ങളെ ഇന്നിങ്ങനൊരു മീഡിയയുടെ മുന്നിലേക്ക് വരാൻ കാര്യം, നമ്മുടെ കേരളത്തിലെ അസംബ്ലി തിരഞ്ഞെടുപ്പ് വളരെ അടുത്ത ദിവസങ്ങളാണ്. കേരളത്തിലെയും അന്താരാഷ്ട്ര സമൂഹത്തിലും പ്രവർത്തിക്കുന്ന നായർ സംഘടനകളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ് നായർ ഐക്യവേദി. അതിനകത്ത് NSS, SNS, ഗ്ലോബൽ NSS ഒക്കെ അടങ്ങിയ ഒരു സംയുക്ത വേദിയാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ 2 ആഴ്ച മുന്നേ മാർച്ച് 7 മുതൽ 13 വരെ ഞങ്ങൾ കേരളത്തിലൊരു യാത്ര ചെയ്തിരുന്നു. അവകാശ സംരക്ഷണ യാത്ര എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ ഉന്നയിക്കുന്ന വിഷയം, ഈ തെരഞ്ഞെടുപ്പില് മുന്നോക്ക സമുദായങ്ങളുടെ ഒരു നിലപാട്, അല്ലെങ്കിൽ നായർ ഉൾപ്പെടെയുള്ള 186ഓളം സമുദായങ്ങളുണ്ട് കേന്ദ്ര ഗവൺമെന്റ്, കേരള ഗവൺമെന്റിന്റെയൊക്കെ ലിസ്റ്റിൽ. അതിൽ നായർ സമുദായമുണ്ട്, നമ്പൂതിരി സമുദായമുണ്ട്, മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട്. ഇത്രയും അടങ്ങിയ ഒരു 186ഓളം സമുദായങ്ങൾ അടങ്ങിയ ഒരു ലിസ്റ്റാണ് ഗവൺമെന്റ് ആയിട്ടുള്ളത്. ഏകദേശം 20-22% ആൾക്കാരോളം അത് കേരളത്തിൽ വരും. നിർഭാഗ്യവശാല് ഗവൺമെന്റ് ഇങ്ങനൊരു വിഭാഗം ഇവിടെ ഉണ്ടെന്നുള്ളത് പോലും പരിഗണിക്കാറില്ല. എന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ 4 വർഷം മുമ്പ് കേരളത്തിലെ ഗവൺമെന്റ് ജസ്റ്റിസ് കരിയരൻ നായരുടെ ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തിട്ട് 4 വർഷം കഴിഞ്ഞു. ഈ ഗവൺമെന്റ് കാലാവധി കഴിയാൻ പോകും. ഇന്ന് വരെ അത് നിയമസഭയിൽ വെക്കാനോ അതിനകത്തൊരു നടപടി എടുത്ത് ഈ പാവപ്പെട്ട, ഒരു നിവൃത്തിയില്ലാത്ത മുന്നോക്കം എന്ന് പറയുന്ന വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർ, മൊത്തം മുന്നോക്കക്കാർക്കും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ സംവരണത്തിന്റെ കാര്യം, അവരെ സഹായിക്കാനോ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റില് കുറച്ചു വർഷം മുമ്പ് നമുക്കറിയാം, 2006 നമ്മുടെ നാട്ടില് ഇസ്ലാമിക ജനവിഭാഗങ്ങളുടെ, അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനായിട്ട് സച്ചാർ കമ്മീഷൻ വന്നു. മൻമോഹൻ സിംഗിന്റെ കാലത്ത് 13 ദിവസം കൊണ്ടാണ് അത് പാർലമെന്റിൽ വെച്ച് പാസ്സാക്കിയത്. കേരളത്തിൽ അത് പാലോടി മുഹമ്മദ് കുട്ടി കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് നടപ്പാക്കിയതിന്റെ ആനുകൂല്യങ്ങൾ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് തന്നെ അതിനെ തുടർന്ന് മേജർ ജനറൽ SR സിൻഹ എന്ന് പറയുന്ന സിൻഹു കമ്മീഷൻ റിപ്പോർട്ട് മൻമോഹൻ സിംഗിന്റെ കാലത്ത് സമർപ്പിച്ചത് 2010. ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രസക്തമായ കാര്യം, ഇന്ത്യയിലെ 6 കോടി ജനങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗത്തിന് കിട്ടുന്ന അതേ ആനുകൂല്യങ്ങൾ ഈ മുന്നോക്കം പറയുന്ന വിഭാഗങ്ങളുടെ ആളുകൾക്കും കിട്ടുന്നത്. അത്ര ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന ജനങ്ങളുള്ളതാണ്. അന്നാണെങ്കിൽ ഞങ്ങളുടെ സംഘടനയും മറ്റൊരു സംഘടന NSSന്റെ ജനറൽ സെക്രട്ടറിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന 8 മന്ത്രിമാരെന്ന് കേന്ദ്രത്തിലുണ്ട് കോൺഗ്രസിന്റെ. ആരും അത് നടപ്പാക്കാൻ തയ്യാറായില്ല. അപ്പൊ അവരെ അവഗണിച്ചു. അത് കഴിഞ്ഞ് BJP ഗവൺമെന്റ് വന്നതിന് ശേഷം ശ്രീ നരേന്ദ്രമോദിജി ഒരു 10% റിസർവേഷൻ ഈ മുന്നോക്കത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി രാജ്യത്താകമാനം കൊണ്ടുവന്നു. അപ്പൊ ഇന്ത്യൻ പാർലമെന്റ് 2 പേര് എഴുന്നേറ്റാണ് ഇന്ന് കേരളത്തിൽ, ശ്രീ E.T. മുഹമ്മദ് ബഷീറും ശ്രീ കുഞ്ഞാലിക്കുട്ടി. കൊടുക്കാൻ പറ്റത്തില്ല. പാവപ്പെട്ട, നിവൃത്തിയില്ലാത്ത, അട്ടിക്ക് വകയില്ലാത്ത നായര്, നമ്പൂതിരി, മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇന്ത്യൻ പാർലമെന്റിൽ എഴുന്നേറ്റിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്. പിന്നെ ആന്ധ്രയിൽ OIC, മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഈ 10% സംവരണത്തെ എതിർക്കുന്നു. ഒരു പ്രമേയം പാസാക്കി പഞ്ചാബില്. അടുത്ത കാലത്ത് അവരുടെ പാർട്ടി കോൺഗ്രസ് നടന്നു. പത്രങ്ങളുണ്ട്, പത്രവാർത്തകളുണ്ട്. 10% സംവരണം കൊടുക്കാൻ പാടില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രമേയം പാസാക്കി CPI. അപ്പൊ ഞങ്ങൾ ഈ പാവപ്പെട്ട, ഈ മുന്നോക്കം, ജനനമാരുടെ കുഴപ്പമൊന്നുമല്ല, നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല ജനിക്കുവാനുള്ളത്. ജനിച്ചുപോയി ആ സമുദായത്തിൽ പട്ടിണി പാവത്തിനാണ്. അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പുരോഗമന രാഷ്ട്രീയം എന്ന് പറയുന്നത്, ജാതിയും മതവും ഇല്ലെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉൾപ്പെടെ പറയുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവത്തിലാണ് ഞങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ കിട്ടുന്ന അവസരം. ഏതാണ്ട് 22% ആൾക്കാർ വരുന്നുണ്ട് കേരളത്തിൽ. അതിനകത്ത് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട 8-10 സംഘടനകളുണ്ട്. മാർത്തോമയുണ്ട്, യാക്കോബയുണ്ട്, ആരോ ആയിക്കോട്ടെ, വിശ്വാസമൊക്കെ അവരുടെ പ്രൈവറ്റ് കാര്യങ്ങളാണ്. പക്ഷെ ഒരാളുടെ പിന്നോക്കാവസ്ഥ പരിഗണിക്കുന്നതിന്
ഇത്രയും മോശമായ ഒരു സ്റ്റെപ്പാണ് രാഷ്ട്രീയ പാർട്ടികൾ ജാതി മതങ്ങളെ പ്രീണിപ്പിക്കുക, വോട്ട് ബാങ്ക് എടുക്കും. ഇപ്പൊ വോട്ട് ബാങ്കായിട്ട് നിൽക്കാത്തതുകൊണ്ട് 12-13% വരുന്ന നായർ ഉൾപ്പെടെയുള്ളവരെ അവഗണിച്ച് മുന്നോട്ട് പോകും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ വളരെ ശക്തമായിട്ട് ജനങ്ങളെടുത്ത്, പ്രത്യേകിച്ച് എല്ലാ വിഭാഗം ജനങ്ങളും ആയിക്കോട്ടെ, ജനങ്ങളെ കാണുമ്പോൾ എല്ലാവരും ഒരുപോലെ വേണമെന്നാണ്. നമ്മളൊക്കെ ജനിച്ചത് ഏത് മതം ജാതി ഒന്നും നമുക്കറിയില്ല. അങ്ങനെ ചെയ്യുന്ന വിഭാഗീയമായിട്ട് കാണുന്ന മതം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സെക്ടേറിയനായിട്ട് വോട്ട് പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചെയ്ത് അതിനകത്ത് ഞങ്ങൾ പ്രധാനമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് മുന്നോക്ക വിഭാഗങ്ങളെ നേരിട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്കും അതുപോലെ തന്നെ CPIയുടെ സ്ഥാനാർത്ഥികൾക്കും മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ വോട്ട് ചെയ്യരുതെന്നാണ് ഞങ്ങളുടെ ജനങ്ങളുടെ അടുത്ത് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളെയും കൂടെ അത് അറിയിക്കുകയാണ്. ഒപ്പം തന്നെ എവിടെയും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഞങ്ങളെ പിന്നോക്കം തള്ളുന്ന പല രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് സ്പെസിഫിക്കായിട്ട് ഒരു മുന്നണിയോടും ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല. കാരണം മുന്നണികളാരും നമ്മളെ പരിഗണിക്കുന്നില്ല. മുന്നണികൾക്ക് ആർക്കും വേണ്ടാത്ത ഒരു വിഭാഗമായി മുന്നോക്കം ആകെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഇതാണ്. അതിന്റെ തുടർ നടപടികളൊന്നും കേരളത്തിൽ നടപ്പാക്കാൻ ഇവിടുത്തെ ഗവൺമെന്റുകൾ തയ്യാറാകുന്നില്ല. സമ്മർദ്ദമാണ്, മതജാതി വിഭാഗങ്ങളുടെ സമ്മർദ്ദമാണ്. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല സ്ഥാനാർത്ഥികൾ ഞങ്ങൾക്ക് അത്രയും ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. നായരിൽപ്പെട്ടവർ വോട്ട് ചെയ്യണം, നമ്പൂതിരിപ്പെട്ടവർ വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ എന്നോട് അങ്ങനെ ചോദ്യം ചോദിച്ചേക്കാം, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? അതും കൂടെ ഞാനങ്ങ് പറഞ്ഞേക്കാം. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് 37ഓളം പേര് 3 ഡസൻ നായന്മാർ MLA മാരുണ്ടായിരുന്നു. അതാണ്ട് 7-8 നായർ വിഭാഗം എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. പേര് കൊണ്ട് നായർ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള മന്ത്രിമാരുണ്ടായിരുന്നു. ഇവരാരും ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെടാൻ തയ്യാറായില്ല. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പറയാൻ, ഈ വിഭാഗത്തിന് വേണ്ടി പറയാൻ ആരുമേ ഇല്ല. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായിരുന്ന ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹം ഭരണഘടന എഴുതി വെച്ചത് വളരെ വൃത്തിയായിട്ടാണ്. അദ്ദേഹം പറഞ്ഞത് എല്ലാവരെയും തുല്യമായിട്ട് കാണണമെന്ന് ആർട്ടിക്കിൾ 14 പറഞ്ഞത്. 15-14 പറഞ്ഞത് ജാതിയോ മതമോ പരിഗണിക്കാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ ആദ്യം പരിഗണിക്കുന്നത് ജാതിയും മതവുമാണ്, സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ഉൾപ്പെടെ. എന്തോ NSS നായർ സമുദായത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. NSS ഇപ്പൊ ഇവരുടെ കൂടെ നിൽക്കില്ല, നടപ്പാക്കരുതെന്ന് പറയും. NSS അതിന്റെ ബിസിനസ് ഫോമായിട്ട് ഞങ്ങൾ കാണും. നായന്മാരുടെ പ്രതിനിധികളായിട്ട് ഞങ്ങൾ അതിനെ കാണാറില്ല. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് മനസ്സിലാവും. അവരുടെ പിന്തുണ കിട്ടുന്നവർക്ക് ശക്തമായ പിന്തുണ കിട്ടുമില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം. പട്ടികക്കാവിലും കോന്നിയിലും ഒക്കെ പണ്ടവർ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങൾ അത് അംഗീകരിക്കുന്ന ഒരു സംഘടനയല്ല. അത് ഇന്ത്യയിലെ ഒരു കമ്പനീസ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുണ്ട്. സ്ഥാപനങ്ങൾ നടത്തി അവർ ജീവിച്ചു പോകും. എങ്ങനെ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. നായർ ഐക്യവേദിക്ക് ശക്തമായ NSS പെട്ട 100 കണക്കിന് കരയോഗങ്ങൾ ഞങ്ങളുടെ പണ്ടാണ്. ഇത് വൈക്കത്തെ കരയോഗത്തിന്റെ പ്രസിഡന്റായത്. ഇത് കൊടകര സമാജത്തിന്റെ പ്രസിഡന്റാണ്. 100 കണക്കിന് കരയോഗങ്ങള് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ഇടുക്കിയിലെ ഹൈ റേഞ്ച് NSS യൂണിയൻ ഞങ്ങളോടൊപ്പമാണ്. ഈ നിലപാടിനോടൊപ്പമാണ് ഞങ്ങൾ പറഞ്ഞില്ല. ഇതൊരു കോൺഫെഡറേഷനാണ്. ഞാൻ ആക്ച്വലി സമസ്ത നായർ സമാജം എന്ന് പറഞ്ഞ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി കൂടെ ആയിരുന്നു. അങ്ങനെയാണ് ഈ കോൺഫെഡറേഷൻ വന്നത്. അതിനുശേഷം എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ട്. നായർ ജനങ്ങൾ, സാധാരണക്കാർ, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാൻ സാധിക്കും. ആരെങ്കിലും NSSനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഒരു വാചകം നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും? പറ്റത്തില്ല. ഞങ്ങളെ പറയുന്നല്ലോ, ഞങ്ങൾക്ക് ജാതിയും മതവും വെച്ചുള്ള ഒന്നും വേണ്ട. പക്ഷെ ഈ നിവൃത്തിയില്ലാത്ത ഹോട്ടൽ പണി ചെയ്യുന്ന സെക്യൂരിറ്റി നിൽക്കുന്ന ആളുകളുടെ അടുത്ത് വിളിച്ചിട്ട് പറയുവാണ് ഗവൺമെന്റ് നിങ്ങൾ കൂടിയ ജാതിയാണ്. ബഹുമാനപ്പെട്ട മുൻ മന്ത്രി മേളിലിരിക്കുന്നു ശ്രീ VS സുനിൽകുമാർ. അദ്ദേഹമാണ് പഞ്ചാബിൽ പോയി പ്രമേയം പാസ്സാക്കി. ഞാൻ ക്യാപ്ഷൻ നിങ്ങളുടെ അടുത്ത് കാണിക്കുമോ? അത്രയ്ക്ക് അല്ലല്ല, ഞങ്ങൾ അത് മുന്നണികളെല്ലാം ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ മുന്നണികൾക്ക് ഇതിനകത്ത് തീരുമാനം പറയാൻ പറ്റുന്നില്ല. കാരണം മുന്നണികളെല്ലാം വോട്ട് ബാങ്കിന്റെ പറഞ്ഞിരിക്കുക. ഞങ്ങൾ പറഞ്ഞു മുന്നോക്ക വിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന ഞങ്ങൾക്ക് മതവും ജാതിയും ഒന്നും നോക്കി ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല. ഭരിക്കുന്ന ഏത് മുഖ്യമന്ത്രി അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഞങ്ങൾ പറഞ്ഞ തുല്യതയ്ക്ക് വോട്ട് ചെയ്യണോ, തുല്യമായിട്ട് ആളുകളെ കാണണം. ഇല്ലാത്തവർക്ക് കൊടുത്തോളൂ. ഇപ്പൊ പട്ടികജാതി പട്ടികവർഗ സംവരണം നമ്മുടെ നല്ല അനിവാര്യമാണ്. അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്താണ് ഭരണഘടന ഉദ്ദേശ പട്ടിക സംവരണം? ഞാൻ ഒരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താം. നിങ്ങൾക്ക് ഇതിനു വേണ്ടി സമയം കാണുമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. 35 വർഷമായിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു MP പട്ടികജാതിക്ക് ഇരിക്കുകയാണ്, ഇറങ്ങിപ്പോയി. ഞങ്ങളുടെ നാട്ടിൽ ഒരു MP ഒരു MLA. എന്താണ് ഭരണഘടന ഉദ്ദേശം? അതാണ്. നിങ്ങളൊക്കെ ഇതിനകത്ത് പഠിക്കുന്നവരും പഠിക്കാത്തവരും ചിന്തിക്കുന്നവരും ഒക്കെ ഉണ്ട്. എന്താണ് ഭരണഘടന ഉദ്ദേശിച്ചത്? ആ സമുദായത്തിൽപ്പെട്ട ഒരാളെ MP ആയി കഴിയുമ്പോൾ സ്വാഭാവികം അയാളെ ബഹുമാനിക്കും. അയാളുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉയരും,
അയാളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉയരും. ഇത് 35 വർഷമായിട്ട് പട്ടികജാതിക്കാരനുള്ളത് എനിക്ക് വേണമെന്ന് പറയുന്നത് ആ വിഭാഗത്തിൽപ്പെട്ട 7 പേര് MP-മാരാനുള്ള സമയം കഴിഞ്ഞു. അപ്പൊ 7 ഫാമിലി ഉയർന്നു വരും, അതുപോലെ 7 MLA-മാർ ഉയർന്നു വരും. അപ്പൊ ഭരണഘടന ഉദ്ദേശിച്ച ഡോക്ടർ BR അംബേദ്കർ ഉദ്ദേശിച്ച ഭരണഘടന പ്രകാരം അല്ല ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. എവിടെയും 2 ദിവസം മുമ്പ് ഒരു നേതാവ് പറഞ്ഞതുപോലെ ഇതൊരു ലഹരിയായി മാറിയൊക്കെയാണ്. എങ്ങനെയും ജനങ്ങളെ പറ്റിച്ചു കൂട്ടമായിട്ട് വോട്ടുകൾ. നിങ്ങൾ പത്രക്കാർക്ക് നിങ്ങൾക്ക് മുഴുവൻ അറിയാമല്ലോ. ഞാനിപ്പോ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. വോട്ടിന്റെ ക്യാമ്പയിൻ എങ്ങനെ പോകുന്നത് നിങ്ങൾക്കറിയാം. അവസാനം ചെന്നിരിക്കുന്നത് എന്താണ്? രഹസ്യമായിട്ട് ഓരോരുത്തരോടെ സംസാരിച്ചു നോക്കണം. അപ്പൊ അറിയാം എത്രയ്ക്കായാലും നമ്മുടെ ജാതിയല്ലേ, എത്രയ്ക്കായാലും നമ്മുടെ മതമല്ലേ. ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടിയിട്ടാണ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഞങ്ങളുടെ സമുദായത്തിന്റെ 8.5 വർഷം നഷ്ടപ്പെട്ട് ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആരുടെ പോയി പറയും? അതുകൊണ്ട് പ്രിയപ്പെട്ട പത്രക്കാരുടെ അടുത്ത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പൊതുജന ബോധം ഉയരത്തക്ക രീതിയിൽ ഇത് പരമാവധി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റണമെന്ന് മാത്രമാണ് എനിക്ക് തന്നെ പറയാൻ.